മാഡം മാഡം എഴുന്നേക്കണ്ട, അവിടെ ഇരുന്നോളൂ, ഞാൻ എടുത്തോളാം. മേഹൂന. ഹലോ. ഹായ് ആന്റി. ഹായ് അങ്കിൾ. ഏയ് ആരാടാ നീ? ഞാൻ അങ്കിളാണെന്ന് വിചാരിച്ചോ? അങ്കിൾ അല്ല, പക്ഷെ വോയിസ് ആണ് ഇന്ത്യ. ആരാടാ നീ? നീ എന്തിനാ ഫോൺ എടുത്തേ? ഓ മിസ് മധ്യപ്രദേശ്, നീ ആരാണെന്ന് ഞാൻ എങ്ങനെ അറിയാം? തോന്നി ദിവസം പറഞ്ഞാണല്ലോ. ദേ ഒരു കാര്യം പറഞ്ഞേക്കാം, നിന്നോട് തർക്കിച്ച് നിൽക്കാൻ എനിക്ക് നേരമില്ല. ഫോൺ വെച്ചിട്ട് പോടി പുല്ലേ. അവള് നമ്മളെ സ്വന്തം. അത് ഞാൻ എങ്ങനെ അറിയാനാ? അവളുണ്ടല്ലോ അടുത്ത വീട്ടിലെ പെണ്ണാ, പേരെന്തു. ഇന്ദുവോ? നിനക്ക് മുമ്പേ അറിയാമോ? ഇന്ദുവിനെ അറിയാം, നമ്മുടെ കുക്ക് പറഞ്ഞു. അവനെവിടെ? ഞാൻ അയാളെ മാർക്കറ്റിൽ അയച്ചിരിക്കുക ആന്റിക്ക് ആട്ടിൻ സൂപ്പ് ഉണ്ടാക്കാൻ. ആട്ടിൻ സൂപ്പോ? എന്തിനാ? മേഡത്തിന്റെ മുട്ടുവേദന ഭേദമാകാൻ ആട്ടിൻ സൂപ്പ് നല്ലതാ. എന്റെ വേദനയെ പറ്റി നിനക്കെങ്ങനെ അറിയാം? മേഡത്തിന്റെ ചെറിയ വേദന പോലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ കൈ കൊണ്ട് വിളമ്പി തരുന്ന ആഹാരമല്ലേ ഞാൻ കഴിക്കുന്നത്. മേഡം എവിടെ ഇരുന്നോളൂ, ഞാൻ ഇപ്പൊ സൂപ്പ് റെഡിയാക്കി കൊണ്ടുവരാം. എന്താ ബാബു? ബാബു അല്ല, ചന്തു. ചന്തു. ശരി, ചന്തു ബാബു. അടുക്കളയിലേക്ക് വരരുതെന്ന് നിനക്ക് അറിയില്ലേ? പിന്നെ താനെന്തിനാ വന്നത്? ഞാനല്ലാതെ വേറെ ആരും വരരുതെന്നാ പറഞ്ഞത്. എങ്കിൽ ഇവരെന്തിനാ വന്നത്? അതോ ഷക്കു എന്റെ അസിസ്റ്റന്റാ, അതുകൊണ്ടാ വന്നത്. ഞാൻ നിങ്ങളുടെ ബോസ് ആയതുകൊണ്ടാ വന്നത്. അതേടോ, തന്നോട് സൂപ്പ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് ഇതുവരെ റെഡിയാക്കിയില്ലല്ലോ. മേഡം ഇത് അറിഞ്ഞാലുണ്ടല്ലോ, നിങ്ങളെ പിടിച്ച് സൂപ്പാക്കി കളയും. എന്നെ സൂപ്പ് വെക്കണത് നിക്കട്ടെ, ഇപ്പൊ നിന്നെ ഇടിച്ച് സൂപ്പ് വെക്കണത് നിനക്ക് കാണണോ? ആഹാ. അതൊക്കെ അവിടെ നിക്കട്ടെ. നിന്റെ ഈ കയ്യിലുണ്ടായിരുന്ന കെട്ടെവിടെ പോയെന്ന് അടിക്കുന്നത്? നോക്കടോ, നോക്ക്, ഇത് കെട്ടല്ലേ നോക്ക്. ശരിയാ. ഇവന്റെ ഒക്കെ ഒരു സംശയം. വളരെ നന്നായിട്ടുണ്ട് മോനെ. താങ്ക് യു മേഡം. മാഡം ഇവനെ വിശ്വസിക്കരുത്, ഇവൻ ഭയങ്കര പറ്റിപ്പാ. എന്ത് പറ്റിയടാ? ഇവന്റെ വലത്തേ കയ്യിലുണ്ടായിരുന്ന കെട്ട് ഇപ്പൊ ഇടത്തെ കയ്യിലതേ. നോക്കി ഇത് കേട്ടോ കൺകേട്ടോ, ഇവൻ പുലിയേക്കാളും വലിയ പുലിയാന്നാ തോന്നുന്നത്. ഈ പയ്യൻ ഇപ്പൊ വന്നതേ ഉള്ളൂ, നിന്നെ അറിയാത്തത് കൊണ്ടാ. അവനോട് സോറി പറയാൻ പറ. സോറിയോ? പറഞ്ഞേര് മോനെ. മേഡം നിർബന്ധിച്ചാ ഞാൻ സോറി പറയാം. സോറി പറയാൻ മാത്രം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. സോറി പറഞ്ഞാൽ നിനക്കൊട്ടും മനസ്സിലാകാനും പോകുന്നില്ല. എങ്കിലും മേഡം പറഞ്ഞത് കാരണം സോറി. നിന്നെ ഞാൻ. എടോ കുറുക്ക, ഈ കാന്താരിക്ക് ഞാൻ ഉണ്ടാക്കിയ സൂപ്പ് കുറച്ച് കൊടുക്ക. സൂപ്പോ? ആ, നീ ഉണ്ടാക്കിയതാ? ആ. അത് പട്ടി പോലും കഴിക്കില്ല. എടോ പട്ടി എന്ന് പറഞ്ഞാൽ തന്നെ പറ്റിയാ, കൊടുക്കണ്ട. എന്റെ മുഖത്തേക്കാന്നല്ലോ കയറുന്നത്. നീ പോകുവോ? നിന്റെ മുറച്ചെറുക്കനാടേ നശിപ്പിച്ചു. ഇവളുടെ ഭാവി വരണേ, ഇവളൊന്നും അറിയോന്നറിയണ്ടേ? നീ എന്ത് ഭ്രാന്തായി പറയുന്നത്? ഇവള് നിനക്കുള്ളതല്ലാതെ വേറെ ആർക്കുള്ളതാ? ആ അതൊക്കെ ശരിയാ. പക്ഷെ പെണ്ണ് കെട്ടുന്നതിന് മുമ്പ് എനിക്കൊന്ന് തൊട്ട് നോക്കണ്ടേ, ചേരുമെന്നറിയാലോ. കല്യാണത്തിന് മുമ്പേ ദേഹത്ത് തൊടണമെന്നാ നീ എന്താ ഈ പറയണേ? അവൻ പറയുന്നതേ നീ അവനും തമ്മിലുള്ള കല്യാണത്തെ കുറിച്ചാ. ഈ കാർക്കോടകനെ ഞാൻ കല്യാണം കഴിക്കണം. ഡിയർ ഓഫീസേഴ്സ്, ഈ അടുത്ത കാലത്ത് മൈസൂരിൽ നടന്ന ആഭരണ കവർച്ചയെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്നതല്ലേ? ഒരിക്കൽ ഹൈദരാബാദിൽ വെച്ച് ഈ ആഭരണങ്ങൾ കവർ ചെയ്യാൻ ശ്രമിച്ച ആൾ നമ്മുടെ ആന്ധ്രക്കാരനാണ്. ഇപ്പോൾ ഈ പുതിയ കവർച്ച നടത്തിയിരിക്കുന്നതും അയാൾ തന്നെ ആയിരിക്കുമെന്നാണ് എൻ്റെ അനുമാനം. ഒരുപക്ഷെ അത് സത്യമാണെങ്കിൽ നമ്മൾ അയാളെ വിട്ടുകൂടാ, കഴിയുന്നത്ര വേഗത്തിൽ അറസ്റ്റ് ചെയ്യണം. സാർ, ഈ വലിയ രാജ്യത്തിൽ അവൻ എവിടെയുണ്ട്, എങ്ങനെയുണ്ട്, അത് കണ്ടുപിടിക്കുന്നത് വിഷമമാണ് സാർ. സാർ, അവൻ ഈ ജില്ലയിൽ കാലുകുത്തിയാൽ എൻ്റെ വീട്ടിൽ വന്നതുപോലെയാ, ഒരിക്കലും രക്ഷപ്പെടില്ല. സാർ, എങ്ങനെയുണ്ട് ഡോക്ടർ? എനിക്ക് അവനോടൊന്ന് സംസാരിക്കണം. കോമയിലാണ്, വേണമെങ്കിൽ പോയി കണ്ടോളൂ. താങ്ക്സ്. നീ എനിക്ക് അനിയനാണെങ്കിലും എനിക്ക് എന്റെ സ്വന്തം മോനെ പോലെയാ. അയ്യോ അമ്മായി, നിങ്ങൾ ഈ ടി വി സീരിയൽ കണ്ട് അവളെ അനുജത്തിയാക്കി കളഞ്ഞേക്കരുത്. അനിയ, അവനെ വിട്ടിട്ട് കല്യാണക്കാര്യം തീരുമാനിക്കോ? എന്താ സംശയം? എനിക്ക് കല്യാണം വേണ്ട. ഇപ്പൊ വേണ്ടെന്നോ അതോ പിന്നെ മതിയെന്നോ? നിന്നെ വേണ്ടത്. എന്താ? അതെ, എന്താ ഓ എന്താ എന്താ നീ സമ്മതിക്കാത്തത്? അങ്ങോട്ട് തിരി. നീ എന്താ കരുത് ഇയാളെ മണ്ടനാന്നാ? സത്യത്തിൽ ഇങ്ങനെ ചേട്ടനെ പോലെയാ. അത് ശരി, മെന്റൽ പ്രോബ്ലം അല്ലേ? ആലോചനയില്ല, വലിയ എടുത്തിയാട്ടക്കാരനുമാ. എന്നാലും ആവേശം ഉണ്ടല്ലോ. നോക്കി വെള്ളവർക്കി നടക്കാൻ മാത്രമല്ല, നിനക്ക് വേണ്ടി മരിക്കാനും തയ്യാറായില്ല. അനിയ,
ഞാൻ മരിക്കും നീ ശരിക്കും പറഞ്ഞാണോ? അതെ ആ ഓ ചേട്ടാ, നിങ്ങളും കുറച്ച് മാറാനുണ്ട്. അമേരിക്കയിൽ ഡ്രോയർ മുതൽ ജെട്ടി വരെ വിറ്റ് നടക്കുന്ന നിങ്ങള് സ്വന്തം ജെട്ടി വിറ്റിട്ടായാലും സംരക്ഷിക്കണേ ഇവിടെ. എന്നാ പെണ്ണുങ്ങൾ ആവശ്യപ്പെടുന്നത് പ്രേമമാണ്. നമ്മൾ ഏതെങ്കിലും ഒരു പൂ പറിച്ചു കൊടുത്താൽ അത് പ്രേമമാണെന്ന് കരുതി അവർ ജീവിച്ചോളും. ഏതെങ്കിലും സാധനം നമ്മൾ അവർക്ക് ഗിഫ്റ്റ് കൊടുത്താൽ അതിൽ പ്രേമമുണ്ടെന്ന് കരുതി അവർ കാലം കഴിച്ചോളും. അപ്പൊ ഞാൻ അവളെ പ്രേമിച്ചിട്ടില്ലെന്നാണോ നീ പറയുന്നത്? നിങ്ങൾ അവളെ പ്രേമിച്ചിട്ടുള്ളത് എപ്പോഴാ? എപ്പോഴും കല്യാണം കല്യാണം എന്ന് പറഞ്ഞ് ശല്യപ്പെടുത്തിയതല്ലാതെ. ഏതെങ്കിലും പാർക്കിലോ ബീച്ചിലോ കൊണ്ടുപോയി മനസ്സ് തുറന്ന് സംസാരിച്ചിട്ടുണ്ടോ? ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടോ? സ്വാർത്ഥതയോടെ പ്രേമിച്ചുകൊണ്ട് മാത്രമായില്ല, ആ പ്രേമത്തിന് സ്വാതന്ത്ര്യം കൊടുക്കണം. സ്വന്തം പ്രേമം അവളെ ഫീൽ ചെയ്യിക്കും. പ്രേമത്തെ കുറിച്ച് എന്ത് മനോഹരമായ സങ്കല്പം അവനുള്ളത്. ഇപ്പൊ ഇവക്കങ്ങ് പിടിച്ചു പോയെന്ന് തോന്നുന്നു. മനസ്സുകൊണ്ട് ആലോചിക്കുമ്പോഴേ അനുഭവത്തിന്റെ രസമാ. ഇത്ര പെട്ടെന്ന് അവൻ നിന്റെ മനസ്സിൽ കയറി ഇരുന്ന് കളഞ്ഞല്ലോടി. നീ ആള് ഭയങ്കരിയാ. മടിയിൽ ലവർനെ വെച്ചോണ്ട് ചുറ്റും തിരയുന്നത് പോലെയാ എന്റെ അവസ്ഥ. എന്നാ ആളിനെ കണ്ട് സംസാരിക്കേ. എങ്ങനെയാടി? ഇന്ദു, ഒരു പണിയുണ്ട്. വൈകിട്ട് നമ്മളെല്ലാവരും പബ്ബിൽ പോകുന്നു. നീ അയാൾ അവിടെ വിളിച്ചു വരുത്തി നിനക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞോളൂ. പബ്ബോ? എന്റെ വീട്ടിലാരും സമ്മതിക്കില്ലല്ലോ. ഹായ് ഗേൾസ്, സോറി ഫോർ ദ ഇന്ററപ്ഷൻ. എന്തു വേദന, നമുക്ക് പബ്ബിൽ പോവാം. എന്തിനാ? മനസ്സിലുള്ളതൊക്കെ തുറന്ന് പറയണ്ടേ? ബൈ ബൈ. ഇന്ദു, ഏതായാലും നിന്റെ മുറിച്ചെറുക്കൻ കാമുകനെ കാണാനുള്ള ഒരു ചാൻസ് തന്നിട്ടുണ്ട് അല്ലേ? എന്തിനാ വിളിച്ചത്? മാറ്റരെന്താ? എനിക്ക് പ്രേമത്തിൽ വലിയ വിശ്വാസാ. അതൊക്കെ വേണ്ടത് തന്നെയാ. എന്റെ മേഡത്തിന്റെ മകൻ കെട്ടാൻ പോകുന്ന പെണ്ണിനെ വേറെ ആരെങ്കിലും കെട്ടാൻ ഞാൻ സമ്മതിക്കുമോ? തനിക്കൊന്നും അറിയില്ല. അവൻ എന്നോ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാണെന്നറിയോ? അവൻ ജീവിച്ചിരിപ്പുണ്ടോന്ന് പോലും ആർക്കും അറിയില്ല. ആ ആന്റിയുടെ സന്തോഷത്തിനായിട്ട് ഞാൻ അവനെ കല്യാണം കഴിക്കാമെന്ന് പറയുന്നതാ. ഇതൊക്കെ കള്ളമാണെന്ന് ആന്റിയോട് ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം. നിക്ക് ഇനിയും വന്നില്ലല്ലോ, മഴയും വരുന്നുണ്ട്. ഞാനിതൊന്നും ആന്റിയോട് പറയണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഒരു കാര്യം നീ ചെയ്യണം. എന്ത് ചെയ്യണമെന്നാ? ദ്രോണ, ഹേയ്, സത്യം പറ, നിന്റെ പേര് ചന്തു എന്നല്ലല്ലോ. നീ മീനാക്ഷി ആന്റിയുടെ മോൻ ദ്രോണയല്ലേ? അതെ. എന്തിനാ നീ വീട്ടിൽ നിന്ന് ഒളിച്ചോടി പോയത്? ഇപ്പൊ തിരിച്ചു വന്ന് എന്തിനാ വീണ്ടും അവരുടെ മുമ്പിൽ ഇങ്ങനെ നാടകം കളിക്കുന്നത്? ഏത് സമയത്താ നീ തിരികെ വരികാന്ന് വിചാരിച്ച് നിന്റെ അമ്മ എത്ര പ്രതീക്ഷയിലാണെന്നറിയോ? അമ്മ എന്ന വിളി കേൾക്കാൻ വേണ്ടി. അങ്ങനെ വിളിക്കാതെ മാഡം എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അങ്ങനെ വിളിച്ചാ എപ്പോഴെങ്കിലും ഞാൻ തന്നെയാണ് അമ്മയുടെ മകനെന്ന് ആ അമ്മ മനസ്സിലാക്കിയാലോ എന്ന് എനിക്കൊരു ഭയം. ഭയക്കുന്ന എന്തിനാ? എൻ്റെ കഴിഞ്ഞ കാലത്തെപ്പറ്റി പറയാൻ എനിക്കല്പം സാവകാശം വേണം. മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കാത്ത എൻ്റെ അച്ഛൻ ഞാൻ കുറ്റവാളിയാണെന്നറിഞ്ഞാൽ എങ്ങനെ സഹിക്കും? അല്ലാതെ ഞാൻ നാടകം കളിക്കുന്നൊന്നുമല്ല. ഇത് എത്ര കാലത്തേക്കാ? അറിയില്ല. എനിക്കറിയുന്ന ഒന്ന് മാത്രമാണ്, എൻ്റെ അച്ഛനമ്മമാരുടെ സന്തോഷം. ഞാൻ ആശിക്കുന്നത് സാധിച്ചു കഴിഞ്ഞാൽ എല്ലാം തുറന്നു പറയും ഞാൻ അവരോട്. എന്നെങ്കിലും ഒരു നാൾ എൻ്റെ കഴിഞ്ഞ കാലം എന്നെ തേടിയെത്തും. എന്നാൽ ആ കഴിഞ്ഞ കാലത്തിനറിയില്ല ഞാനിവിടെ അതിനെ തന്നെ കാത്തിരിക്കുകയാണെന്ന്. കൊന്നുകളഞ്ഞു മാമ, കൊന്നുകളഞ്ഞു ഞാൻ. സർക്കാർ, അഗ്നിപർവ്വതം പൊട്ടണമെങ്കിൽ അതിനകത്തൊരു ലാഭം ഉണ്ടാവണം. അപ്പോൾ അത് പുറത്തു വന്നാൽ അതിന്റെ ശക്തി കുറഞ്ഞു പോകും. ആ ശക്തി കൂടി കൂടി ഉള്ളിൽ വിഷപ്പാമ്പായി മാറിയിരിക്കണം മാമ. ആ ദ്രോണയുടെ അന്ത്യം കാണാൻ എന്റെ ഓരോ ഞരമ്പും തീരാത്ത പ്രതികാരം കൊണ്ട് തിളയ്ക്കുകയാണ്. അന്ത്യം കാണണമെങ്കിൽ ആരംഭിക്കണമല്ലോ സർക്കാർ. വേട്ട ആരംഭിച്ചോളൂ. അവൻ എവിടെയുണ്ടെങ്കിലും എനിക്ക് അവനെ താർക്കണം മാമ. അവൻ എവിടെ പോയി വിളിച്ചിരുന്നാലും നമ്മൾ അവനെ തേടി അങ്ങോട്ട് ചെല്ലണം സർക്കാർ. അവൻ എവിടെ നിന്നാണ് കിട്ടുക? എപ്പോഴാണ് കിട്ടുക? ആ അവസരവും നോക്കി നമ്മൾ പോലീസിന് പിടികൊടുക്കാതെ തേള് കടിച്ചവരെ പോലെ ശ്രദ്ധയുള്ളവരായിരിക്കണം. ആ പോലീസിനെ കൊണ്ട് തന്നെ അവനെ പിടിപ്പിച്ചാൽ എന്താണെന്ന് മനസ്സിലായോ? പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാൻ നോക്കൂ സർക്കാരെ, നമുക്ക് കളി തുടങ്ങാം. അവന്റെ അവസാനത്തിനുള്ള കളി. വിക്രം, ഈ കളിക്ക് പറ്റിയ ആള് നീ തന്നെയാ. എന്നാ തുടങ്ങല്ലേ?
നല്ല ദമ്പതിമാരായതുകൊണ്ടാണ് നിങ്ങൾക്ക് ആദ്യം കല്യാണ പത്രിക തരുന്നത്. നിങ്ങൾ തീർച്ചയായും കല്യാണത്തിന് വരണം. ആയിക്കോട്ടെ. ഇവനെ കാണുമ്പോ അന്ന് സ്കൂളിൽ പോയിരുന്ന ഓർമ്മ എന്റെ മനസ്സിൽ. കണ്ണടച്ച് തുറക്കും മുമ്പേ കല്യാണപ്രായമായല്ലോ. നിങ്ങളുടെ മകനുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ അവനും കല്യാണപ്രായം ആകുമായിരുന്നു. ശരി. വേണ്ട മീനാക്ഷി, ആ ദൗർഭാഗ്യത്തെക്കുറിച്ച് ചിന്തിച്ച് വെറുതെ സമയം കളയണ്ട. മാഡം, നിങ്ങളുടെ മകൻ ഉടനെ തിരിച്ചു വരും. സാർ, എന്താ സാർ ഇത്? ഞാനിങ്ങനെ മദ്യപിക്കുന്നത് ആനന്ദത്തിന് വേണ്ടിയല്ല, ദുഃഖങ്ങൾ മറക്കാനാണ്. എൻ്റെ ദേഷ്യം ഒരു ദിവസം എൻ്റെ മകനെ എന്നിൽ നിന്ന് അകറ്റിക്കളഞ്ഞു. അന്നു മുതൽ എൻ്റെ ഭാര്യ തീരാ ദുഃഖത്തിലാണ് ബാബു. ധൈര്യം കൊടുക്കേണ്ട ഞാനും അങ്ങനെ ആയാൽ അവളുടെ ആരോഗ്യം നശിക്കും. അതുകൊണ്ടാണ് ഞാൻ കോപം അഭിനയിക്കുന്നത്. ഞാനും എൻ്റെ ഭാര്യയും ജീവിക്കുന്നത് എന്നെങ്കിലും അവൻ തിരിച്ചു വന്നെത്തും എന്ന പ്രതീക്ഷയിലാണ്. ഞാനാണ് ഇവരുടെ മകനെന്നുള്ള സത്യം ഇവരോട് പറഞ്ഞാലോ? നമസ്കാരം. TV5 പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വാർത്തകളുടെ പ്രധാനാംശങ്ങൾ. രാഷ്ട്രത്തിൽ നടക്കുന്ന കവർച്ചകൾ സംസ്ഥാന സർക്കാരിനെയും പോലീസിനെയും പിടിച്ചുകുലുക്കുന്നു. ഇതിനു മുമ്പ് ഹൈദരാബാദിൽ നടന്ന പോലെ ഒരു കവർച്ച ഇന്ന് വിജയവാഡയിലും ആവർത്തിച്ചു. കവർച്ചയുടെ സ്വഭാവവും രീതിയും പരിശോധിച്ച വിദഗ്ധർ വളരെ നൂതനമായി പോയ തവണ മൈസൂരിൽ നടന്ന നിജാം ആഭരണ കവർച്ചയുമായി ഇതിന് സാമ്യമുണ്ടെന്ന് അറിയിച്ചു. ഈ കവർച്ചാ സംഘത്തെ പിടികൂടാൻ പോലീസ് നടത്തുന്ന ശ്രമം വിഫലമാവുകയാണ്. മൈസൂരിൽ ആഭരണ കവർച്ചയ്ക്കും ഇവിടെ നടന്ന കവർച്ചയ്ക്കും വളരെ അടുത്ത സാമ്യമുണ്ട് സാർ. എങ്കിൽ രണ്ടും ഒരാളായിരിക്കുമോ സാർ? പറയാൻ പറ്റില്ല. എന്തുകൊണ്ടെന്നാൽ കോടിക്കണക്കിന് രൂപയുടെ കവർച്ച ചെയ്യുന്നവർ ഇതുപോലൊരു നിസ്സാര കവർച്ചയ്ക്ക് ഇറങ്ങിത്തിരിക്കാൻ വഴിയില്ല. എന്നാൽ റോബറി സ്റ്റൈൽ ഒരേപോലെ ആയതുകൊണ്ട് ഈ കള്ളനെ പിടികൂടിയാൽ മൈസൂർ കവർച്ച നടത്തിയത് ഇവൻ തന്നെയാണോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണോ, അറ്റ്ലീസ്റ്റ് ആ മൈസൂർ കള്ളന്റെ പേരോ ഊഹാചിത്രമോ എന്തെങ്കിലും ഒന്ന് കിട്ടാതിരിക്കില്ല. ഹൈദരാബാദിലും വിജയവാഡയിലും മോഷണം നടത്തിയിരുന്നവരുടെ നെക്സ്റ്റ് എയിം വൈശാഖ് ആയിരിക്കാനാണ് സാധ്യത. കയ്യിൽ വന്ന ഈ അവസരം ബുദ്ധിപൂർവ്വം നമ്മൾ ഉപയോഗിക്കേണ്ടതാണ്. Now everybody understood? എന്താ മാമ ഇത്? പോലീസിനെ കൊണ്ട് ആ ദ്രോണയെ പിടിപ്പിക്കുമെന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ നമ്മുടെ ആളുകളെ ഇവിടെ നിന്ന് അയച്ച് നമ്മൾ തന്നെ കവർച്ച നടത്തിയിരിക്കുന്നു. ഇപ്പൊ പോലീസിന്റെ അന്വേഷണം മുഴുവൻ നമുക്കെതിരാവുള്ളത്. സത്യത്തിൽ എന്താ നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മാമ. അങ്ങനെ കിടന്ന് പിടക്കില്ലേ സർക്കാർ? തിരികൊളുത്തി വെച്ചിട്ടുണ്ട്. അത് പൂർണ്ണമായും കത്തിയാലേ ബോംബ് പൊട്ടു. നീയും എത്ര നാളുകളായി ഞാൻ തേടുകയായിരുന്നു. ഇപ്പോഴാ എന്റെ കയ്യിൽ കിട്ടിയത്. കിട്ടിയത് എന്നെയല്ലടാ, നിന്നെയാ.
ചത്തുപോയോ? ആ, എന്നാ എങ്ങനെ ചത്തുപോയി? പോലീസിന്റെ കൈകൊണ്ടോ? അല്ലല്ലോ. വലിയ മീനിനെ പിടികൂടാൻ ചെറിയ ഇരകളായിട്ട് കളിക്കണം സർക്കാർ. നമ്മുടെ ആളെ കണ്ടുപിടിച്ച് അവനോട് ഏറ്റുമുട്ടി നമ്മുടെ ലക്ഷ്യങ്ങളെ നിറവേറ്റിയെടുത്ത എതിർക്കാൻ ആരും ഉണ്ടാവില്ല. മറിച്ച് നമ്മുടെ ആരെങ്കിലും ചത്ത നഷ്ടങ്ങൾ നമുക്കാ. ദ്രോണയ്ക്ക് ആവേശം കൂട്ടാനാ ദ്രോണ ചെയ്തു എന്ന രീതിയിൽ വിക്രത്തിനെ കൊണ്ട് ഞാൻ കളവ് ചെയ്യിച്ചത്. അവൻ എവിടെ പോയി ശാന്തമായി ഉറങ്ങാൻ ശ്രമിച്ചാലും ഞാനതിന് സമ്മതിക്കില്ല. വേട്ടക്കാർക്ക് ഇനി ഉറക്കമില്ല. ഉടനെ വൈശാഖിലേക്ക് പുറപ്പെട്ട് കരുക്കൽ നീക്കണം.